പാസ്റ്റർ സോളമൻ കോട്ടയത്തിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുകയാണ് ജനം TV. ലൈംഗിക അതിക്രമത്തിന് ഇരയായ യുവതിയുമായി സംസാരിക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തായത്. ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടില്ല എന്ന് പറയാൻ പാസ്റ്റർ യുവതിയെ നിർബന്ധിക്കുന്നു. ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് പാസ്റ്റർ യുവതിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചത്. അതൊക്കെ അറിയാം. എന്നോട് പറയാതെ ഞാൻ ശനിയാഴ്ച ഇനി വരാനും പറഞ്ഞു. നമുക്ക് ശാരീരിക ബന്ധപ്പെടണം, ഇതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പക്ഷെ പുറത്ത് പറയുന്നില്ല. വിളിച്ചതുകൊണ്ട് ഞാൻ പുറത്ത് പറയുന്നത് എന്റെ ഫോണിൽ എല്ലാം റെക്കോർഡുണ്ട്. മാത്രമല്ല എന്നെ ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല, അവിടെ നിൽക്കട്ടെ. ഗോകുൽ രമേശാണ് വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ചേരുന്നത്. ഗോകുൽ, ഈ പാസ്റ്ററുടെ കാര്യം പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരികയാണ്. കാരണം ഈ പാസ്റ്റർ വടിവാളും കൊണ്ട് നടക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ ഒരു സമയത്ത് ജനം TVക്കെതിരെ വീഡിയോ പങ്കുവെച്ച മഹാനായിരുന്നു. അതിനുശേഷം ഇയാളൊരു ലൈംഗിക അതിക്രമ കേസിൽ പെട്ടു എന്ന വാർത്ത നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം ആ സ്ത്രീയെ വിളിച്ച് മാപ്പ് പറഞ്ഞ് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് നാട്ടുകാരുടെ മുന്നിൽ പറയണമെന്ന് പറയുകയാണല്ലോ. അതല്ലേ നമ്മളിപ്പോൾ കേട്ടത് ഗോകുൽ? തീർച്ചയായിട്ടും ഗൗതം, അങ്ങനെ തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഇയാൾക്കെതിരെ ഒരു വാർത്ത പുറത്തുവിട്ടത്. അതായത് ഇയാൾ ഒരു ഘട്ടത്തിൽ ഈ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിനെതിരെ ജനം TV വാർത്ത നൽകിയപ്പോൾ അതിൽ ജനം TVയെ വിമർശിച്ചുകൊണ്ട് പാസ്റ്റർമാരുടെ വലിയ മഹത്വമൊക്കെ പഠിപ്പിക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമായിട്ട് ഇയാൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ ഘട്ടത്തിലാണ് ഇയാൾക്കെതിരെ ഒരു വിധവയായിട്ടുള്ള യുവതിയുടെ ലൈംഗിക അതിക്രമണ ആരോപണം പുറത്തു വരുന്നത്. ആ സംഭവം വാർത്തയാക്കിയതിന് പിന്നാലെ ജനം TVക്ക് നേരെ വീണ്ടും ഇയാളും ഇയാളുടെ അനുകൂലികളും വലിയ വിമർശനങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ ജനം TV വാർത്തയെ ഈ രീതിയിൽ അപഹസിക്കുന്ന രീതിയിലുള്ള വീഡിയോകളൊക്കെ ഇയാൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ അടുത്ത ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. അതായത് ജനം TV വാർത്ത കൊടുത്തതിന് ശേഷം ഇയാൾ ആ വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന ആ പീഡനത്തിനിരയായിട്ടുള്ള യുവതിയെ വീണ്ടും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അതിനുശേഷം മാപ്പ് പറയുകയും ഈ പീഡനത്തിന് ഇരയായിട്ടില്ല എന്ന് പൊതുസമൂഹത്തോട് പറയണമെന്ന് നിർബന്ധിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു ശബ്ദ സന്ദേശമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇയാൾ ആ ശബ്ദ സന്ദേശം പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു 22 മിനിറ്റ് 25 മിനിറ്റോളം നീളുന്നൊരു ഫോൺ റെക്കോർഡാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ മാപ്പ് പറയാൻ വേണ്ടി വിളിച്ചതാണെന്നൊക്കെ പറയുകയും പിന്നീട് ഇതൊരു ഭീഷണിയായിട്ട് മാറുകയും ഒക്കെ തന്നെ ചെയ്യുന്നു. ആ യുവതിയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്കൊക്കെ ആ ശബ്ദ സന്ദേശം മാറുകയും ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മൾ പുറത്തുവിട്ട ആ ഓഡിയോയിൽ കൃത്യമായിട്ട് ആ യുവതി പറയുന്നുണ്ട്, പീഡിപ്പിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുകയില്ല, ഈ രീതിയിലൊക്കെ താങ്കൾ എന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ യുവതി കൃത്യമായിട്ട് ആ ശബ്ദ സന്ദേശത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്രയും നാളും അയാളും അയാളുടെ അനുകൂലികളും ഒക്കെ കൊണ്ടുവന്നിരുന്ന വാദഗതികളെല്ലാം പൊളിക്കുന്ന രീതിയിലുള്ള ഒരു ശബ്ദ സന്ദേശം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൃത്യമായിട്ട് ഈ വിധവ ഇയാളിൽ നിന്ന് ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഈ ശബ്ദ സന്ദേശം തന്നെയാണ്. കൃത്യമായിട്ട് ആ പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നിരിക്കുന്ന ഒരു ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, പ്രാർത്ഥനയുടെ മറവിലാണ് ഇയാൾ ഈ വിധവയായിട്ടുള്ള യുവതിയുടെ വീട്ടിൽ കയറുന്നത്. തുടർന്ന് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം കൂടെയുള്ള ആളുകളെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ഈ രീതിയിൽ യുവതിയെ കടന്നു പിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് യുവതി തന്നെ നമ്മളോട് വ്യക്തമാക്കിയിരുന്നത്. അതിനുശേഷം ഇത്തരത്തിൽ തൻ്റെ ഭാര്യ രോഗാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്, അവർ ഉടൻ മരണപ്പെടുമെന്നും തൻ്റെ കൂടെ ജീവിക്കണമെന്നുമൊക്കെ ഇയാൾ ഈ വിധവയോട് പറയുന്നതായിട്ടും ഈ യുവതി തന്നെ നമ്മളോട് വ്യക്തമാക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ രീതിയിൽ വലിയ ഈ ലൈംഗിക അതിക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് ഈ സോളമൻ കോട്ടയം എന്ന് പറയുന്നത്. ഗോസ്പൽ എൻഡ് ടൈം മിനിസ്ട്രീസ് എന്ന് പറയുന്ന ആ പെന്തക്കോസ്ത് വിഭാഗത്തിൻ്റെ ഒരു പാസ്റ്ററാണ് ഇയാൾ. തെരുവുകളിൽ നിന്ന് ഈ സുവിശേഷ പ്രസംഗമൊക്കെ നടത്തുന്ന ആളാണ്. ഇയാളുടെ ഭാഗത്തു നിന്നാണ് ഈ രീതിയിലൊരു അതിക്രമം ഈ യുവതിക്ക് നേരിടേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഈ സംഭവം വലിയ വിമർശനത്തിന് കാരണമായിട്ടുണ്ടായത്. പ്രത്യേകിച്ച് ഈ പെന്തക്കോസ്ത് വിശ്വാസികൾക്കിടയിൽ ഈ സോളമനെതിരായിട്ട് വലിയ വിദ്വേഷമൊക്കെ ഈ സംഭവത്തിന് പിന്നാലെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഉണ്ടായിട്ടുള്ള മാനഹാനിയെ തുടർന്നാണ് ഇയാൾ ജനം TVക്ക് നേരെ ആ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി തുടർന്ന് വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നത്. ഒപ്പം ഇയാളുടെ അനുകൂലികളും ഈ രീതിയിൽ പല വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഉന്നയിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും തെളിവുകൾ സഹിതം തന്നെ ആ ആരോപണത്തെ ഇപ്പോൾ കൃത്യമായിട്ട് നമ്മൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ആ ഇരയായിട്ടുള്ള പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് ആ പെൺകുട്ടി, ആ യുവതി അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ച വ്യക്തിയായിട്ടുള്ള സോളമൻ കോട്ടയത്തിനോട് തന്നെ സംസാരിക്കുന്ന ശബ്ദ സന്ദേശമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ വിധേന തന്നെ ഉപദ്രവിച്ചു എന്നുള്ളത്. അയാളോട് തന്നെ സംസാരിക്കുന്നു, അയാൾ അത് നിഷേധിക്കുന്നുമില്ല എന്നുള്ളതാണ് ആ ശബ്ദ സന്ദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അത് മാത്രമല്ല, പണമിടപാടടക്കം ഈ സ്ത്രീയുമായിട്ട് നടത്തിയിട്ടുണ്ട്. അതായത് ഈ വിധവയായിട്ടുള്ള യുവതിയിൽ നിന്നും ഇയാൾ പണവും പല കാര്യങ്ങൾക്കായിട്ട് കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു. വസ്ത്രങ്ങൾ ഇവരെ കൊണ്ട് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഈ വീഡിയോ ആ ശബ്ദ സന്ദേശത്തിൽ കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏതൊക്കെ രീതിയിൽ ചൂഷണം ചെയ്യാമോ ആ രീതിയിലൊക്കെ തന്നെ ഇയാൾ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ ഈ വിധവയായിട്ടുള്ള സ്ത്രീയെ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ തന്നെ ശബ്ദ സന്ദേശത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും മാനസികവും ശാരീരികവുമായിട്ടുള്ള ചൂഷണം, ഉപദ്രവം ഇയാളിൽ നിന്ന് മുമ്പ് നേരിട്ടിരുന്നു. ഈ വാർത്ത വന്നതിന് ശേഷവും ആ സ്ത്രീ, ആ യുവതി നേരിടുകയാണ് എന്നുള്ളതാണ് അവരുടെ ശബ്ദ സന്ദേശത്തിൽ തന്നെ അവർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഓക്കെ ഗോകുൽ, എന്തായാലും വ്യക്തമാണ്. പാസ്റ്റർ സോളമൻ കോട്ടയത്തിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരികയാണ്. ഇയാൾ ലൈംഗിക അതിക്രമത്തിന് ഒരു പെന്തക്കോസ് വിഭാഗത്തിൽപ്പെടുന്ന യുവതിയെ ഇരയാക്കി തന്റെ ഭാര്യ ഉടനെ മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരം അതിക്രമം നടത്തിയത്. അത് ജനം TV വാർത്തയാക്കിയതിന് പിന്നാലെ ഈ പാസ്റ്റർ സോളമൻ കോട്ടയം വീണ്ടും ഈ യുവതിയെ വിളിച്ചിട്ട് ഇങ്ങനെയൊന്നും ആൾക്കാരുടെ മുന്നിൽ പറയല്ല, തനിക്ക് വലിയ മാനഹാനി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ പാസ്റ്റർ വിളിച്ച ആ കോൾ റെക്കോർഡാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത്. ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ നൽകിയത്.